ആദ്യം നമുക്ക് നമ്മുടെ ശശി തരൂർ ഒരു അഭിമുഖത്തിൽ പറഞ്ഞൊരു ക്ലിപ്പ് കേൾക്കാം. തരൂർ എപ്പോഴും ഈ ഡിപ്ലോമാറ്റിക് വിഷയങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധയോടെ സംസാരിക്കാറുള്ളൂ. പക്ഷേ അദ്ദേഹം ഈ സന്ദർഭത്തിൽ പറഞ്ഞ ഒരു പ്രസൻറ്റേഷൻ ക്ലിപ്പ് വളരെ രസകരമാണ്. വിദേശത്തെവിടെയോ വെച്ചൊരു മീറ്റിങ്ങിൽ പറഞ്ഞതാണ്. അവിടുത്തെ മാധ്യമപ്രവർത്തകർ പോലും അറിയാതെ കൈയടിച്ചു പോയി. ആ ക്ലിപ്പ് ഇതാണ്. Look, it's really not our place, especially since I have been introduced as a member of an Indian parliament and so on. I shouldn't be commenting on political leaders in foreign countries on their soil. But having said that, it's also true that people have their political preferences, and mine is not a political preference. I don't pay taxes here, so I don't care if they're low or high. I don't, I'm not seeking to be an immigrant here. Even when I had the right to apply, I didn't, and therefore I'm not worried about their stand on immigration. Those are other issues. On policy issues, everybody in this hall is entitled to their own preferences. But just the personal manner strikes me as not entirely as agreeable or pleasant as one would like to see in a distinguished American political figure. I had the great honor of meeting 4 or 5 American presidents during my time in the US and having detailed conversations with both the Bushes, with Clinton, much more briefly with Obama. I mean, these are people of certain class, a certain distinction, and it's not politics. There are 2 Republicans in that list and 2 Democrats. But there was a certain both political heft, statesman-like gravitas and intellectual quality that I find woefully lacking in this gentleman. That's the personal. എന്താണ് ശശി തരൂർ നല്ല ഇംഗ്ലീഷിൽ പറഞ്ഞതെന്നറിയോ? ഞാൻ ഒരു പാർലമെൻ്ററി സംഘത്തെ നയിച്ച രാജ്യത്തിന് വേണ്ടി മറ്റ് രാജ്യങ്ങളിലൊക്കെ പോയ ആളാണ് നമ്മുടെ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം. അതുകൊണ്ട് തന്നെ ഈ ഫോറിൻ നേതാക്കളെക്കുറിച്ച് ഒരു ഒഫീഷ്യലി കമൻറ്റ് പറയുന്നത് ഒരു നല്ലതല്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളുമാണ് ഞാൻ. അതുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല. പക്ഷേ എന്നാലും നമുക്ക് പോളിസി മാറ്റേഴ്സിലൊക്കെ നമുക്കെല്ലാവർക്കും ഈ ഹാളിലിരിക്കുന്നവർക്കെല്ലാം അവരുടെ അഭിപ്രായമുണ്ട്. അത് വ്യത്യസ്തമായിരിക്കും. പക്ഷേ പേഴ്സണലി പറഞ്ഞാൽ ഞാൻ അമേരിക്കയിലെ 2 ബുഷുമാരുമായിട്ടും ബരാക്ക് ഒബാമയുമായിട്ടും ക്ലിൻ്റനുമായിട്ടുമൊക്കെ ഞാൻ സംസാരിക്കാൻ ഇൻട്രാക്ട് ചെയ്യാൻ ഇടവന്നിട്ടുണ്ട്. ബരാക്ക് ഒബാമയുമായി വളരെ കുറച്ചാണെങ്കിലും ഇൻട്രാക്ട് ചെയ്യാൻ അവസരം വന്നിട്ടുണ്ട്. പക്ഷേ അവർക്കൊക്കെ ഒരു ക്ലാസ് ഉണ്ടായിരുന്നു. ഞാൻ പറയുന്ന ഒരു പൊളിറ്റിക്കൽ ലെവലിലല്ല. കാരണം ഇതിനകത്ത് റിപ്പബ്ലിക്കൻസ് ഉണ്ട്, ഡെമോക്രാറ്റ്സ് ഉണ്ട്. 2 പേര് ഡെമോക്രാറ്റ്സാണ്, 2 പേര് റിപ്പബ്ലിക്കൻസാണ്. തരൂര് കണ്ടെന്ന് പറയുന്നവർ. അപ്പോൾ അവർക്ക് ഞാൻ ഈ പൊളിറ്റിക്കൽ ക്ലാസ് വെച്ച് പറയുകയല്ല, അവർക്കൊരു ക്ലാസ് ഉണ്ട്, ഒരു ഇൻ്റലക്ച്വൽ ക്വാളിറ്റി ഉണ്ട്. പക്ഷേ ഈ ജെൻറ്റിൽമാന് ആ നിലവാരമില്ല. എന്ന് വെച്ചാൽ പുള്ളി പറഞ്ഞത് ഈ ട്രംപ് ഒരു തറയാന്ന്. അത് പറഞ്ഞതിന് പുള്ളിയെ കുറ്റം പറയാനൊക്കില്ല. ഈ എപ്സ്റ്റീൻ ഫയൽ മുതൽ പുള്ളിയുടെ ചരിത്രം മുഴുവൻ അതാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നമ്മുടെ കീലേരി അച്ചുവിനെ അതിശയിപ്പിക്കുന്ന ഒരു ക്ലിപ്പ് പുറത്തു വന്നിട്ടുണ്ട്. എന്താ ക്ലിപ്പെന്നറിയാമോ? അത് വേറൊന്നുമല്ല, പുള്ളി ഈ യുദ്ധമെല്ലാം നടത്തിയിട്ട് പറയുകയാണ്, ഈ പ്രശ്നം പരിഹരിച്ച് കഴിഞ്ഞാൽ, ഈ പ്രശ്നമെല്ലാം തീർന്നു കഴിഞ്ഞാൽ പിന്നെ ഞാനും ആയത്തുള്ളയും കൂടി ചേർന്ന് ഹോർമുസ് കടലിടുക്ക് മാനേജ് ചെയ്യും. അതായത് ഞാൻ ഉദ്ദേശിക്കുന്ന ഡീല് നടന്നാൽ പിന്നെ ഞങ്ങൾ 2 പേരും കൂടെ ആയിരിക്കും അത് നടത്തുന്നത്. വല്ല നാണമുണ്ടോ പറയാൻ? വല്ല നാണോ മാനോ ഉണ്ടോ എന്ന് ആലോചിച്ച് നോക്കിയേ. ഒരു രാജ്യത്ത് കയറി അടിച്ചവിടെ ഭരണാധികാരിയെ കൊന്നിട്ട് അവിടെ റെജിം ചേഞ്ച് വേണം എന്ന് പറഞ്ഞ് ഒച്ചയും ബഹളവും എല്ലാം ഉണ്ടാക്കിയിട്ട് അവസാനം ഒരു പുല്ലും പുണ്ണാക്കും ഉണ്ടാക്കാതെ വന്നപ്പോൾ ആരെയോ പിടിച്ച് എല്ലാ ചാനലുകാരും തിരക്കുന്നുണ്ട് ഇത് ആരെയാണ് പുള്ളി മധ്യസ്ഥനാക്കിയെന്ന്. അതുപോലും അറിയാതെ പുള്ളി വാചകം എല്ലാം പറഞ്ഞിട്ട് പറയുകയാണ്, അത് 3-4 ദിവസത്തിനകം നല്ല ഡീലുണ്ടായി കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ 2 പേരും കൂടെ ചേർന്നായിരിക്കും ഹോർമുസ് കടലിടുക്ക് ഭരിക്കുകയെന്ന്. നമ്മുടെ കീലേരി അച്ചു സ്റ്റൈല് എന്ന് വെച്ചാൽ അടിക്കാൻ പോയി അടി കൊണ്ട് കളസം കീറിയപ്പോഴാണ് ഇവൻ കരുത്തുള്ളവനാണെന്ന് അറിയുന്നത്. ഇതിനു മുമ്പ് മിഡിൽ ഈസ്റ്റിൽ അമേരിക്കയ്ക്ക് അറിയാവുന്നവരെല്ലാം കുഴിമന്തി നിന്ന് കുനിഞ്ഞു നിൽക്കുന്നവരായിരുന്നു. പക്ഷേ ഇറാൻ നിവർന്നു നിന്ന് അടിച്ചപ്പോൾ ആ അടിച്ചവനോടൊരു ഇഷ്ടമൊക്കെ തോന്നി. എന്നിട്ടാണ് ഇപ്പോൾ ഒരു സെറ്റിൽമെൻ്റ് ഉണ്ടാക്കിയിട്ട് ഞങ്ങൾ 2 കൂടി ആ കടലിടുക്ക് ഭരിക്കും എന്ന് വെച്ചാൽ, അങ്ങനെയാണെങ്കിൽ പിന്നെ ഇപ്പോൾ ഇറാനെ സംബന്ധിച്ചിടത്തോളം അവരെ ആക്രമിച്ചപ്പോഴാണ് അവരുടെ തടസ്സപ്പെടുത്തിയത്. ഇവൻ്റെ കയ്യിലേക്ക് ഈ കടലിടുക്ക് കിട്ടിയാൽ പിന്നെ അവൻ പറയുന്നത് പോലെ എല്ലാം കേട്ടില്ലെങ്കിൽ നമുക്കില്ല നികുതി ഏർപ്പെടുത്തിയതുപോലെ ഈ പറഞ്ഞ പോലെ പലതും ചെയ്തതുപോലെ ഒരു ലോക ഗുണ്ടയായി ആ ഹോർമിസ് കടലിടുക്കിൻ്റെ അടുത്ത് ഇങ്ങനെ കയ്യുമൊക്കെ കെട്ടി നിന്ന് ഞങ്ങൾ 2 പേരൂടെ ഭരിക്കുന്ന ഹോർമിസ് കടലിടുക്ക് സ്വപ്നം കാണുകയാണ് ഈ കീലേരി അച്ചു.
എന്തൊരു കീലേരിയാടാ. അതുകൊണ്ടാണ് നമ്മുടെ ശശി തരൂർ പറഞ്ഞത് ഒരു നിലവാരമില്ല തറയാന്ന് പറഞ്ഞത്.